പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ഘാനയിലെ കിഴക്കൻ വോൾട്ട മേഖലയിലെ എൻക്വാൻഡയിൽ 3 ഇന്ത്യൻ കപ്പൂച്ചിൻ വൈദികർ ക്രൂരമർദ്ദനത്തിനിരയായ സംഭവത്തിൽ അപലപിച്ച് മർദ്ദനമേറ്റ വൈദികൻ ഫാദർ റോബിൻസൺ മൈക്കിൾസിന്റെ സഹപാഠിയായ പാവനാത്മ പ്രൊവിൻസ് വൈദികൻ വയനാട് പനമരം പാദ്രെ പിയോ ആശ്രമ സുപ്പീരിയർ ഫാദർ ജോർജ് കുഴിവിളയിൽ OFM കപ്പൂച്ചിൻ ഷെക്കേന ന്യൂസിനോട് പ്രതികരിച്ചു. പ്രിയപ്പെട്ടവരെ, സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഒക്കെ ഒരു ക്രിസ്മസിന്റെ കാലഘട്ടത്തിലാണ് ദുഃഖകരമായ വാർത്ത നമ്മൾ അറിയുന്നത്. നമ്മുടെ 3 കപ്പൂച്ചിൻ സഹോദര വൈദികര് ഘാനയില് മർദ്ദനമേൽക്കുന്നു. വളരെയധികം ദുഃഖം ഉള്ള ഒരു വാക്കാണ് നമ്മളത് കേട്ടത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ പടയാളിയായ ഓരോ വൈദികനും വലിയ മർദ്ദനങ്ങളൊക്കെ ഏൽക്കുന്നവരാണ്. എങ്കിലും നമ്മൾ ഈ വാർത്ത കേൾക്കുമ്പോൾ ഒത്തിരി ദുഃഖവും വിഷമവും നമുക്ക് ഉണ്ടാകാറുണ്ട്. ഈ 3 വൈദികരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അവരെ വ്യക്തിപരമായി അറിയാവുന്ന വൈദികരാണ്. ഞങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ സെമിനാരിയിൽ ഒരുമിച്ച് പഠിച്ച വൈദികനാണ് റോബിൻസൺ എന്ന അച്ഛൻ. എൻ്റെ ബാച്ചിലുണ്ടായിരുന്ന അച്ഛനാണ്. അപ്പോൾ ഈ അച്ഛൻ വളരെ തീഷ്ണമതിയായിരുന്നു. വളരെയധികം മിഷണറി പ്രവർത്തനത്തിന് സന്നദ്ധനായി മുന്നോട്ട് വന്ന ഒരു വൈദികനാണ് ആ സെമിനാരി കാലഘട്ടത്തിൽ പോലും. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് അവധിക്ക് വന്നപ്പോൾ ഞാൻ ഈ അച്ഛനുമായിട്ട് സംസാരിച്ചതാണ്. ഘാനയിലെ കാര്യങ്ങളൊക്കെ അദ്ദേഹം സംസാരിച്ചതാണ്. അപ്പോൾ ഈ അച്ഛനെ ഇങ്ങനെ പീഡനങ്ങൾ ഏൽക്കുന്നു എന്ന് കേട്ടപ്പോൾ ഒത്തിരിയധികം ദുഃഖം തോന്നി. തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തു നിന്ന് ഇതിനുള്ള പ്രതികരണം എന്ന നിലയിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ എംബസി, ഘാനയിലുള്ള ഇന്ത്യൻ എംബസി ഈ കാര്യം പ്രത്യേകമായി ഏറ്റെടുക്കുകയും അതുപോലെ മേലിൽ ഇങ്ങനെയുള്ള അറ്റാക്കുകളും അക്രമങ്ങളും പ്രത്യേകിച്ച് മിഷണറിമാർക്കുണ്ടാകാതിരിക്കാനുള്ള മേൽ നടപടികൾ വ്യക്തമായി എടുക്കണമെന്നാണ് എനിക്ക് ഈ നിമിഷം പറയാനുള്ളത്. കപ്പൂച്ചിൻ വൈദികരായ ഫാദർ റോബിൻസൺ മൈക്കിൾസ്, ഫാദർ ഫ്രാങ്ക് ഹെൻറി ജേക്കബ്, ഫാദർ മാർട്ടിൻ ജോർജ് എന്നിവരാണ് ഇക്കഴിഞ്ഞ ഡിസംബർ 11 ക്രൂരമർദ്ദനത്തിനിരയായത്. ബുൾഡോസർ മോഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആക്രമണം. 2005 മുതൽ ഘാനയിൽ മിഷണറി പ്രവർത്തനം നടത്തിവരുന്ന ഈ വൈദികർ OT മേഖലയിലെ എൻക്വാൻഡ നോർത്ത് ജില്ലയിലെ പാസായിലാണ് താമസിക്കുന്നത്. എൻക്വാൻഡ സൗത്ത് ഇടവകയിലെ ചൈസോയിൽ ഫോർമേഷൻ ഭവനം പണിയുന്നതിനായിരുന്നു ബുൾഡോസർ വാടകയ്ക്കെടുത്തത്. ബുൾഡോസറിന് വാടകയായി പറഞ്ഞിരുന്ന 9700 ഘാന സെഡി നൽകിയ ശേഷം എൻക്വാൻഡ സൗത്ത് മുനിസിപ്പാലിറ്റിയിലെ 2 ഉദ്യോഗസ്ഥർക്കൊപ്പം ചൈസോയിലെ പെട്രോൾ സ്റ്റേഷനിൽ ഇന്ധനം നിറയ്ക്കുവാൻ എത്തിച്ചപ്പോഴായിരുന്നു ആക്രമണം. ഏതാണ്ട് അരമണിക്കൂറോളം നീണ്ട ആക്രമണത്തിൽ നിന്നും ഘാനയിലെ ഇമിഗ്രേഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെത്തിയാണ് ഇവരെ രക്ഷിച്ചത്. മോഷണം ആരോപിച്ചതിനെ തുടർന്ന് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തെങ്കിലും ജെസിക്കൻ രൂപത ഇടപെട്ടതിനെ തുടർന്ന് വിട്ടയക്കുകയും ആവശ്യമായ ചികിത്സ നൽകുകയുമായിരുന്നു. മർദ്ദനത്തെ തുടർന്ന് ഫാദർ ഫ്രാങ്ക് ഹെൻറി ജേക്കബിന്റെ ഒരു ചെവിയുടെ കേൾവി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. വിദഗ്ധ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ ND ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തെ അപലപിച്ച് ഘാന ദേശീയ മെത്രാൻ സമിതി രംഗത്തു വന്നു. ഡിസംബർ 11 വൈദികർക്ക് നേരെ നടന്ന ആക്രമണം നിർഭാഗ്യകരവും അപലപനീയവുമാണെന്ന് ഘാന കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ ഫാദർ ദിയുഡോണെ പ്രസ്താവിച്ചു. രാജ്യത്തെ നിയമങ്ങൾക്കനുസൃതമായി കുറ്റവാളികളെ കൈകാര്യം ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. വൈദികർ തങ്ങൾക്ക് മാത്രമല്ല എൻക്വാൻഡ സൗത്ത് മുനിസിപ്പാലിറ്റിക്കും ഘാനയ്ക്കും മൊത്തത്തിൽ പ്രയോജനകരമാകുന്ന യഥാർത്ഥ ദൗത്യത്തിലായിരുന്നുവെന്നും കുറ്റകൃത്യത്തെ അപലപിക്കുകയാണെന്നും ബിഷപ്പ് ഗബ്രിയേൽ അക്വാസി പറഞ്ഞു. ഘാന കത്തോലിക്ക രൂപത വൈദികരുടെ സംഘടന ആക്രമണത്തെ അപലപിച്ചു. തങ്ങളുടെ സഹോദര വൈദികരോടും ഘാനയിലെ മുഴുവൻ മിഷണറി സമൂഹത്തോടും പ്രയാസകരമായ ഈ സമയങ്ങളിൽ അചഞ്ചലമായ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണെന്ന് സംഘടന പ്രസ്താവിച്ചു. കുറ്റവാളികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാൻ സഹായിക്കുന്നതിനുള്ള പ്രവർത്തനത്തിലും പ്രാർത്ഥനയിലും പിന്തുണ നൽകുകയാണെന്ന് രാജ്യത്തെ വൈദികരുടെ സംഘടന അറിയിച്ചിട്ടുണ്ട്. അതേസമയം കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും നീതി ലഭ്യമാക്കുമെന്നും ഘാന പോലീസ് സഭാ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.